ആൻഡമാൻ കടലിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ഇന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ വരുന്ന 5 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യത. നിലവിൽ ലക്ഷദ്വീപിന് മുകളിൽ ഉണ്ടായിരുന്ന ന്യൂനമർദ്ദം പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ദുർബലപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച 120.65 അടിയായിരുന്ന ജലനിരപ്പ് ശനിയാഴ്ച 127.65 അടിയായി ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 7 അടിയായി ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു. ശബരിമലയിലെ പ്രത്യേക കാലാവസ്ഥ മുന്നറിയിപ്പ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യത. ചിഡോ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചു. മഡഗാസ്കറിനും മൊസാംബിക്കിനും ഇടയിലുള്ള ഫ്രഞ്ച് ദ്വീപായ മയോട്ടിൽ ആഞ്ഞടിക്കുന്നു. ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾ തകർന്നു. 4 പേർ മരിച്ചു. മരണസംഖ്യ വീണ്ടും ഉയരും. 1934 ശേഷം ഉണ്ടാകുന്ന ഏറ്റവും തീവ്ര മഴയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊമോറസ് ദ്വീപിനും ചുഴലിക്കാറ്റ് ബാധിക്കുമെന്ന് റിപ്പോർട്ട്. ചിഡോ ചുഴലിക്കാറ്റ് ആഫ്രിക്കയിലെ മൊസാംബിക്കിനെ ബാധിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു.